പ്രിയമുള്ളവരെ, നീതി ആയോഗിൻ്റെ 2023-24 വർഷത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളുമായി ബന്ധപ്പെട്ട റാങ്കിങ് ഈ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. സ്വാഭാവികമായും നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. ഇവിടെ സംഭവിച്ചതെന്താ? നീതി ആയോഗിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളുമായി ബന്ധപ്പെട്ട റാങ്കിങ് എന്നാരംഭിച്ചോ അന്ന് മുതൽ നമ്മുടെ കേരളം, ഈ കൊച്ചു കേരളം ഒന്നാം സ്ഥാനത്ത്, റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത്. ഇത്തവണയും അത്ഭുതം സംഭവിച്ചില്ല, ഒന്നാം സ്ഥാനത്ത്. നമുക്കറിയാം നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് ജവഹർലാൽ നെഹ്റു അന്ന് ഏറ്റവും വികസിത രാഷ്ട്രമായിരുന്ന സോവിയറ്റ് യൂണിയനെ മാതൃകയാക്കിക്കൊണ്ട് ആണ് നമ്മുടെ ഇവിടെ പഞ്ചവത്സര പദ്ധതി അടക്കമുള്ള പ്ലാനിംഗ് സംവിധാനം ആരംഭിച്ചതെന്ന് നമുക്കറിയാം. അപ്രകാരം ഒരു പ്ലാനിംഗ് കമ്മീഷൻ ദേശീയ തലത്തിൽ നിലനിന്നിരുന്നു. ആ പ്ലാനിംഗ് കമ്മീഷനെയാണ് 2015 നരേന്ദ്രമോദി സർക്കാർ നീതി ആയോഗ് എന്ന പേരിട്ട് അതിനെ പരിഷ്കരിച്ചു അതിൻ്റെ മറ്റൊരു പതിപ്പായി രൂപാന്തരം പ്രാപിപ്പിച്ചത്. നമുക്കറിയാം ആ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൽ നമുക്ക് ഈ പറഞ്ഞ നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള മുഴുവൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ അതിലുണ്ട്. നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മറ്റ് ലഫ്റ്റനൻറ്റ് ഗവർണർമാർ ഇതൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ രാഷ്ട്രത്തെയും കേന്ദ്രഭരണ പ്രദേശത്തെയും പ്രതിനിധീകരിക്കുന്നവരുൾപ്പെടെയുള്ള ഒരു സമിതിയാണ്, ഒരു കൗൺസിലാണ് ഈ കാര്യങ്ങളിൽ നീതി ആയോഗിൻ്റെ ഈ കണക്കുകൾ എടുക്കുന്നതും അതുപോലെ തന്നെ വിലയിരുത്തൽ നടത്തുന്നതും ഒക്കെ തന്നെ. അപ്രകാരം ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ആധികാരികമായി വസ്തുനിഷ്ഠമായി വിലയിരുത്തുമ്പോൾ കേരള സംസ്ഥാനം ഇത് ആരംഭിച്ച 2018 ആരംഭിച്ചെങ്കിൽ 19 മുതൽ റാങ്കിങ് പരിപാടി ആരംഭിച്ചെങ്കിൽ 19 മുതൽ ഒന്നാം സ്ഥാനത്ത് ഞാനും നിങ്ങളും അധിവസിക്കുന്ന നമ്മുടെ ഈ ഭൂപ്രദേശം, നമ്മുടെ കൊച്ചു കേരളം ആണ് ഒന്നാം സ്ഥാനത്തെന്ന കാര്യത്തിൽ നമുക്കൊക്കെ അഭിമാനിക്കാവുന്നതാണ്. അത്രമാത്രം വികസിക്കപ്പെട്ടു നമ്മൾ. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാറുണ്ട്. എന്താണ് ഈ തരത്തിലുള്ള റാങ്കിങ് വരുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ ചിന്തിക്കണം. നിസ്സാരവൽക്കരിച്ച് നമുക്ക് കാണാനാവില്ല. ഒരു ആധുനിക കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളും പുരോഗതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളായ 17 ഇനങ്ങളെ ആണ് വിലയിരുത്തപ്പെടുന്നത്. ആ 17 ഇനങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായി വിലയിരുത്തപ്പെടുന്നത് പട്ടിണിയില്ലാത്ത അവസ്ഥ, നോ ഹങ്കർ ഒരു പ്രധാന കാര്യമാണ്. അതായത് സീറോ ഹങ്കർ എന്നാണ് ഔദ്യോഗികമായ ഭാഷ്യം. സീറോ ഹങ്കർ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനു മുമ്പ് ഏറ്റവും പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ പട്ടിണിയില്ലാത്ത നോ പവർട്ടിയാണ് അതിൽ ഒന്നാം സ്ഥാനത്ത് നമ്മൾ പരിഗണിക്കപ്പെടുന്നത്. അതടക്കം അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ഗുഡ് ഹെൽത്ത് വേണം. അതുപോലെ തന്നെ ഈ മറ്റെല്ലാ മേഖലകളും പരിശോധിച്ച് ഒരു ആധുനിക രാഷ്ട്രത്തിന്, ഒരു ആധുനിക സംസ്ഥാനത്തിന്, ഒരു ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 17 ഇനങ്ങൾ, അത് വിദ്യാഭ്യാസ മേഖലയായാലും ഈ പറഞ്ഞ മേഖലകളാകെ, ആരോഗ്യ പ്രശ്നം, ഗുഡ് ഹെൽത്ത് ആയിരിക്കണം, ഇതടക്കമുള്ള മേഖലകളാണ് ഈ 17 ഇനങ്ങളിൽ പെടുന്നത്. ആ 17 ഇനങ്ങൾക്കും മാർക്കിട്ടാണ് ഈ റാങ്കിങ് നിശ്ചയിക്കുന്നത്. അപ്രകാരം നിശ്ചയിക്കുമ്പോൾ ഈ കൊച്ചു കേരളമാണ് മുമ്പിൽ എന്ന് നാം പറയുമ്പോൾ നാം മറ്റൊന്നുകൂടി കമ്പയർ ചെയ്തുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം, കേരളമെന്ന് കേട്ടാൽ അതുപോലെ തന്നെയാണ് ഭാരതമെന്ന് കേട്ടാൽ ഇത് തീർച്ചയായും നമ്മുടെ രാഷ്ട്രമാണ്, നമ്മളെല്ലാവിടുത്തെ പ്രജകളാണ്. നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്നത് ഈ കൊച്ചു കേരളത്തേക്കാൾ മികച്ചു നിൽക്കണം ഇന്ത്യ മഹാരാജ്യം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 193 ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ റാങ്ക്, ആ പട്ടികയിൽ 109 സ്ഥാനത്താണ് ഇന്ത്യ എന്നോർക്കണം. 109 സ്ഥാനത്ത് പാകിസ്ഥാനോ അല്ലെങ്കിൽ മ്യാൻമാർ, ബർമ്മ അടക്കമുള്ള 1-2 രാജ്യങ്ങൾ മാത്രമാണ് നമ്മളിൽ താഴെ നിൽക്കുന്നത്. ബാക്കി നമ്മുടെ അയൽ രാജ്യങ്ങൾ മുഴുവൻ റാങ്കിങ്ങിൽ നമ്മളെക്കാൾ മുൻപന്തിയിലാണ്. നാം അത് ചിന്തിക്കണം. നമുക്ക് കൂടുതൽ അഭിമാനം തരുന്നൊരു കാര്യം ഈ കൊച്ചു കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചാണ്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൽ നമ്മുടെ ഈ 17 ഐറ്റങ്ങൾ വിലയിരുത്തുമ്പോൾ നമ്മുടെ സ്ഥാനം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ കിടപിടിക്കത്തക്ക തരത്തിലാണ്. ആ റാങ്കിങ്ങിൽ നമുക്കറിയാം
ഫിൻലാൻഡാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് ഫിൻലാൻഡ് തുടങ്ങി ആണ് അതിൻ്റെ തീർച്ചയായും റാങ്കിങ് നിലനിൽക്കുന്നത്. ആ റാങ്കിങ് നിലനിൽക്കുമ്പോൾ ഇതിനിടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ, അതിൻ്റെ പോയിൻ്റുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി നോക്കിയാൽ ഈ നമുക്ക് കേരളത്തിന് കിട്ടിയിരിക്കുന്ന പോയിൻ്റ് 79ആണ്. ആ 79 പോയിൻ്റുകൾ എന്ന് പറയുന്നത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൽ ആ രംഗത്ത് വരുന്ന ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ തന്നെ നമ്മുടെ സ്ഥാനം ബഹുദൂരം മുന്നിലാണ്. എന്ന് പറഞ്ഞാൽ ഈ ഏഷ്യ ഭൂഖണ്ഡത്തിൽ നമ്മളോട് കിടപിടിക്കാൻ ഒരുപക്ഷേ ജപ്പാൻ മാത്രമേ ഉണ്ടാവൂ. മറ്റൊരു രാഷ്ട്രം നമ്മെ കിടപിടിക്കാനില്ലാത്ത അവസ്ഥയിൽ, ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ള സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. ഞാൻ ഇത് ഇത്രയും ദീർഘമായി സൂചിപ്പിക്കുന്നതിൻ്റെ കാര്യം, ഈ കൊച്ചു കേരളമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പറയുമ്പോൾ എന്ന് കവികൾ പാടി നമ്മളെ വിശ്വസിപ്പിക്കുന്നു. അത് എക്കാലത്തേക്കും വേണ്ടിയുള്ളതാണ്. എങ്കിൽ ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ പ്രതിപക്ഷമെന്ന് പറയുന്ന രാഷ്ട്രീയമായി എതിർപ്പുകളുണ്ടാവാം, വേറെ ഏത് കാര്യം, ആ രാഷ്ട്രീയ ആശയത്തിലാണ് വ്യത്യാസം. നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാർ, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരൊക്കെ പ്രചരണം നടത്തുന്നതൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും നമ്മൾ കേരളം അധോഗതിയിലേക്കാണെന്ന് തോന്നും. അവരുടെയൊക്കെ പ്രചരണം കണ്ട് എന്തു പറഞ്ഞാലും തെറ്റ്, എന്ത് പറഞ്ഞ് 4-3 എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാർ പറയും 4-3 7 പിന്നെയോ അത് 7 എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ഈ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. അത് ഇക്കാര്യത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്ന പണിയും നിസ്സാരമല്ല. നമ്മുടെ ഈ റാങ്കിങ്ങിൽ കേരള സംസ്ഥാനം 1-ാം സ്ഥാനത്ത് വരുന്നെങ്കിൽ തീർച്ചയായും എത്ര പത്രങ്ങൾ അത് ഘോഷിച്ചു, എത്ര ചാനലുകൾ അത് ഘോഷിച്ചു. അവിടെ ഘോഷിക്കാനല്ല, ഈ പത്രത്തിലാണെങ്കിൽ ഏറ്റവും താഴെ പത്രമുദ്ധച്ചി പത്രം ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ എല്ലാം കണക്കാ. ആ പത്രങ്ങളിൽ ആകെ വരുമ്പോൾ ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് ചേർക്കും. അപ്രകാരമായിരിക്കും, ചേർത്താൽ ഭാഗ്യം. അപ്രകാരമാണ് അതിന് പ്രചരണം കിട്ടുക. ഇതൊക്കെ സ്വാഭാവികമായും സോഷ്യൽ മീഡിയയുടെ പ്രസക്തി കൊണ്ടാണ്, പ്രാധാന്യം കൊണ്ടാണ്, അത് പ്രചുരപ്രചാരം നേടിയത് കൊണ്ടാണ് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ സാധാരണക്കാരിൽ എത്തിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ലോകതലത്തിൽ ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു, 109ാമത്തെ റാങ്കാണ് ഈ നമ്മുടെ രാജ്യത്തിലുള്ളതെങ്കിൽ അവിടെ നമ്മൾ നിശ്ചയിച്ച് നോക്കിക്കേ, നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയും നോക്കിക്കേ, കേരളത്തിൻ്റെ സ്ഥാനമൊന്ന് നോക്കിയേ. 1-ാം സ്ഥാനം. അത് ഒരിക്കലല്ല, എന്നാണോ ആരംഭിച്ചത് 2018 ഇത് ആരംഭിക്കുന്നത്, 2019 റാങ്കിങ് സിസ്റ്റം വരുന്നത്. ആ വന്ന സമയം മുതൽ കേരളം 1-ാം സ്ഥാനത്താണ് നമ്മൾ തിരിച്ചറിയണം. ഞാൻ സൂചിപ്പിച്ച് വരുന്നതിൻ്റെ കാര്യം, ഇതിനെക്കുറിച്ച് ആവശ്യമായൊരു പ്രചരണം, ആവശ്യമായൊരു ഈ സോഷ്യൽ മീഡിയയിലെങ്കിലും അത്തരത്തിൽ പ്രചരണം നടക്കുകയും സാധാരണക്കാരൻ്റെ കയ്യിൽ ഇത് എത്തിച്ചേരേണ്ടതുണ്ട്. 17 ഐറ്റങ്ങൾ അത് ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ 2015 ഈ ഐക്യരാഷ്ട്ര സംഘടന ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഈ 17 ഐറ്റങ്ങൾ, അതായത് 2030 ആകുമ്പോഴത്തേക്ക് ലോകത്തിൽ ഈ 17 ഐറ്റങ്ങളിലും ലോകത്തിൽ ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രവും തമ്മിൽ വ്യത്യാസമില്ലാത്ത തരത്തിലേക്ക് ആ സാമൂഹ്യ പുരോഗതി, രാഷ്ട്രീയ പുരോഗതി, സാംസ്കാരിക പുരോഗതി, അവിടെ ഉണ്ടാകുന്ന സാമ്പത്തിക പുരോഗതി അടക്കമുള്ള സമസ്ത മേഖലകളിലെയും വികസനം ഈ ലോക രാജ്യങ്ങളിലെല്ലാം, അതായത് 193 അംഗരാജ്യങ്ങൾ ആണ് ഈ പദ്ധതിക്കകത്ത് വരുന്നത്. അവിടെ തീർച്ചയായും 2030 ആകുമ്പോഴത്തേക്ക് ഇവരെല്ലാം തുല്യരായി മാറണം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായും 2015 നമുക്കിവിടെ നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷൻ മാറി നീതി ആയോഗായി മാറുന്നത്. നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന ലക്ഷ്യത്തിനകത്ത് നമ്മൾ 1-ാം സ്ഥാനത്ത് കേരളം തുടരുകയാണ്. 1-ാം സ്ഥാനത്ത് ഒരുപക്ഷെ ഒരു ഫുട്ബോൾ കളിയിലെ ആവേശത്തോടുകൂടി ചാനലുകൾ, പത്രങ്ങളൊക്കെ തന്നെ പ്രചരിപ്പിക്കേണ്ട ഒന്നാണ് അവഗണിക്കപ്പെട്ടു പോകുന്ന യാഥാർത്ഥ്യവും നമ്മൾ വിസ്മരിക്കേണ്ട. ഞാൻ അഡ്വക്കേറ്റ് മോഹൻദാസ്.